ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഇതിന്റെ തമിഴ് റീമേക്കിലെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ കാണാൻ സാധിക്കും. കാരണം തമിഴ് പോലെ തന്നെയാണ് മലയാളം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഗോമതി ഒരു മോതിരം വാങ്ങിച്ച് തന്റെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട് അനുവിനെ കൊടുക്കാനായിട്ട്. അനു ഇത്ര വലിയൊരു ശതമാനത്തോടെ പരീക്ഷയ്ക്ക് ചേച്ചിന്റെ സമ്മാനമായിട്ടാണ് ഗോമതി കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആ ഒരു സമ്മാനം അനുവിന് കൊടുക്കുന്നുണ്ട്. അനുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഗോമതിക്കും ബാലനും അനുവിനോടുള്ള സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അനുക്ക് വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു വിജയം തന്റെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി തന്റെ ദേവമംഗലത്ത് ആരും തന്നെ ഇല്ലല്ലോ എന്നാലോചിച്ചിട്ട് വിഷമത്തിൽ അനു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മുടെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അനു ആണെങ്കിൽ ഓരോരോ ദിവസം കഴിയുന്തോറും തന്റെ ദേവമംഗലത്തെ കുറിച്ച് ഉറച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അനുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് തന്റെ ദേവമംഗലത്തെ ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് കാണണമെന്നും അവരുടെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, തന്റെ അമ്മ ഇടക്കും തള്ളക്കൊക്കെ ജനലവാതിക്ക് കൂടിയും മതിലിന്റെ സൈഡിൽ കൂടിയും ഒറ്റയടിക്കുമ്പോഴൊക്കെ തന്നെ ഇടം കണ്ടിട്ട് നോക്കണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും അമ്മ തന്നോട് സംസാരിക്കുന്നു പോലുമില്ല. ഇനിയിപ്പോ ഇവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ കുറച്ചുകൂടി താമസമുണ്ട്. ഒരു കുറച്ചു നാളെ ഇങ്ങനെ എങ്ങനെ പോവട്ടെ. അതുവരെ അച്യുതനെയും അതുപോലെ തന്നെ ആലോകിനെയും പഠിച്ച പണി 18 കൊടുത്തേ പറ്റൂ. പിന്നീട് നമ്മുടെ അനന്തനാണെങ്കിൽ ഒരു പാവമാണ്. മിത്രയുടെ അച്ഛനും അമ്മയും ഭയങ്കര പാവമാണ്. അവരാണ് അനുവിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അലോകാണെങ്കിൽ അനുവിനെ ഉപദ്രവിക്കുന്ന സമയത്തെല്ലാം തന്നെ അനന്തം വന്ന് അലോകിനോട് പറയണ്ട് അനുവിന് ഒന്നും ചെയ്യരുത്. അനു ഈ വീട്ടിലെ മരുമകളല്ല, സ്വന്തം മകളെ പോലെയാണ് കാണാനായിട്ട്. അച്യുത നിന്നോടാ ഞാൻ പറഞ്ഞത്. അനുവിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ദേവമംഗലത്ത് അവൾ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെയും അവൾ ഇവിടെ നിൽക്കണം. പിന്നെ അലോകെ അവളെ പഠിപ്പിക്കാനായിട്ട് വിടണം എന്ന് പറയുമ്പോഴേക്കും അലോക് പറയണ്ട് അവളെന്തിനു പഠിക്കണത്? അവള് വിവാഹം കഴിഞ്ഞു ഇവിടെ നിൽക്കല്ലേ, ഇനി എന്തിനാ പഠിക്കണത്? കൊള്ളാം, വിവാഹം കഴിച്ചിട്ട് അവൾക്ക് പഠിക്കണ്ടേ? അവളെ 95% മാർക്ക് മേടിച്ച പെൺകുട്ടിയാണ്. അവള് പഠിക്കണം. അവളുടെ അച്ഛനെ അവളെ ഒരു IAS കാരിയാക്കാനാണ് താല്പര്യം. അത് നിനക്കറിയാലോ. ഒവ്വ് ഞാൻ അവളെ എന്തായാലും അതൊന്നും ആക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു അവളെ ഞാൻ അത് ആക്കുമെന്ന്. അവൾക്ക് IAS കാരിയാവാനാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ അവളെ പഠിപ്പിച്ച് മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇത് ഞാൻ പറയുന്ന വാക്കാണ്. എന്താലോകെ നീ അതനുസരിക്കില്ലേ? ശരി വല്യച്ഛൻ പറഞ്ഞ ഞാൻ പിന്നെ അനുസരിക്കുമല്ലോ എന്ന് അലോകും പറയാണ്. അനന്തന് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അച്യുതനോട് അലോക് പറയുന്നുണ്ട്, അച്ഛാ ഈ വല്യച്ഛന്റെ മനസ്സ് ആകെ മാറുന്നു കേട്ടോ. ഇപ്പൊ അനുവിനെ സപ്പോർട്ടിങ്ങാ അയാള് ഏതു നേരവും. എനിക്ക് മനസ്സിലായടാ. എല്ലാത്തിനും കാരണം ആ മിത്ര അവള് വന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ വല്യച്ഛനോട്? ഇവിടെ അനുവിന് ആരെങ്കിലും എന്തെങ്കിലും തട്ടി ബുദ്ധിമുട്ടിപ്പിച്ച അവൾ അവിടെ ബുദ്ധിമുട്ടോന്ന്, ആരിനെ അവളെ പിടിച്ച് അടിക്കോന്ന്. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ടാ വല്യച്ഛൻ അനുവിനെ ഇത്രമാത്രം ശ്രദ്ധിക്കണോന്ന് പറയണത്. നീ അതൊന്നും നോക്കണ്ട മോനെ. അവളെ പണി കിട്ടാ പണിക്ക് എത്രത്തോളം പണി കൊടുക്കാവോ അത്രത്തോളം പണി നീ കൊടുക്കണം. അതിന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് അച്യുതൻ പറയണം. അങ്ങനെ അനുവിനെ പട്ടിണി കിടത്താനൊക്കെ നമ്മുടെ അലോക് നോക്കണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അനു എത്രത്തോളം അലോകിനാണ് തിരിച്ചു പണി കൊടുക്കുന്നത് കേട്ടോ അനു. പക്ഷെ അതൊക്കെ അങ്ങോട്ട് അങ്ങനെ നിൽക്കെ നമ്മുടെ സുകന്യ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമംഗലത്ത് കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അനു അത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ദേവമംഗലത്തെക്കാളും കൂറ് നമ്മുടെ സുകന്യക്ക് കൃഷ്ണമംഗലത്തുകാരോടാണ്. അതെന്തായിരിക്കും? കൃഷ്ണമംഗലത്ത് ആരും സുകന്യക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ സുകന്യ വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ അച്യുതനോടും അനന്തനോടും പിന്നെ അലോകിനോടും എല്ലാവരോടും കാണിക്കുന്നുണ്ട്. സുകന്യ ഏറെക്കുറെ അവരെ പേടിക്കുന്നുണ്ട്. ആ പേടിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് അനു ഇങ്ങനെ ആലോചിക്കണം. അനു അലോകിനടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സുകന്യേച്ചിനെ നിനക്ക് ഇതിനു മുമ്പ് എങ്ങനെയാ പരിചയം എന്നൊക്കെ അത് നീ അറിയണ്ട എന്നാണ് അലോക് കൊടുക്കുന്ന മറുപടി കേട്ടോ. സുകന്യ ഇനി വരുമ്പോ അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് നമ്മുടെ അനു വിചാരിക്കണം. അങ്ങനെ സുകന്യ സമയം കിട്ടുമ്പോഴേക്കും ഇവിടെ നിന്ന് അലോക് അവിടത്തെ കട കുറ്റം പറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി എടുത്ത് അതിന് ചോദിക്കണ്ടേ, ഈ സുകന്യേച്ചി എപ്പോഴും ഇവിടെയാണല്ലോ വരുന്നത്. ധർമ്മമാമൻ അവിടെ ഒരു സമാധാനവും കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് കേറി ഇറങ്ങുന്നുണ്ടല്ലോ. ഇവിടെയുള്ളവരെയൊക്കെ കുറച്ച് ഭയവും ഉണ്ട് ബഹുമാനവും ഉണ്ട്. അതെന്താ മുത്തശ്ശി? സുകന്യേച്ചിക്ക് എന്തൊക്കെയൊരു നിഗൂഢത ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. എനിക്ക് മാത്രമല്ല ദേവമംഗലത്തെ എല്ലാവർക്കും അത് അറിയാം. പക്ഷെ അത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയുമ്പോ മുത്തശ്ശി പറയണ്ട, മോളെ ഞാൻ അത് എന്താണെന്ന് നിന്നോട് പറയാം. പക്ഷെ നീ അത് ഒരിക്കലും വേറെ ആരോടും പറയാൻ പാടില്ല. കാരണം നീ ഇപ്പോ ഈ വീട്ടിലെ കുട്ടിയാണ്. അതുകൊണ്ട് ഈ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ തീരുമാനിക്കില്ല, ചെയ്യില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിന്നോട് ആ സത്യം പറയണത്. എന്താ മുത്തശ്ശി? സുകന്യേച്ചിക്ക് എന്താ പ്രശ്നം? സുകന്യേച്ചി ശരിക്കും ആരാ എന്നൊക്കെ അനു ചോദിക്കുകയാണ്. അങ്ങനെ ആ മുത്തശ്ശി മഹാസത്യം അനുവിനോട് പറയാട്ടോ. സത്യയോട് എനിക്കും അവളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവള് വിവാഹം കഴിഞ്ഞ്
ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ മോളെ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എന്താ മുത്തശ്ശി, എന്താ കാര്യം? സുകന്യേച്ചി ഒരു ഫ്രോഡാണെന്നൊരു സംശയമുണ്ട്. എന്താ ഫ്രോഡാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫ്രോഡാണോന്നാ, മഹാ ഫ്രോഡാവള്. മുത്തശ്ശി എന്തൊക്കെയാ പറഞ്ഞത്? ഈശ്വര, ധർമ്മമാമൻ. അതേ മോളെ, എന്റെ ധർമ്മന്റെ കാര്യം ആലോചിച്ചാ ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചിരിക്കുന്നത്. പോട്ടെ, പോയതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. അവൾ എപ്പോഴെങ്കിലും ധർമ്മന്റെ ഭാര്യയായിട്ട് മെനക്ക് ജീവിക്കുന്നുണ്ടോ? അതും ഇല്ലല്ലോ. അല്ല, സുകന്യേച്ചി എന്ത് തെറ്റാ ഇതിനു മുമ്പ് ചെയ്തത്? മുത്തശ്ശി അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് മോളെ ഞാൻ പറയാം, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആൾക്ക് ആരുമില്ലെന്ന് ഉറപ്പതിന് ശേഷം മുത്തശ്ശി ആ സത്യം പറയണം. സുകന്യെ ഇതിനു മുമ്പ് ഒരാളെ വിവാഹം കഴിച്ചതാണേ. സുകന്യേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണെന്നോ? അതെ, ഒരു 5 വർഷം മുമ്പാ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. കോളേജിൽ കൂടെ പഠിക്കുന്ന ആരോ ആയിരുന്നു. അവന് കുറച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവനായിരുന്നു. അവന്റെ പൈസ എല്ലാം ഊറ്റി എടുത്തു. അവനൊരു ദരിദ്രവാസിയായി കഴിഞ്ഞപ്പോ ഇവൾക്ക് ആർഭാടം കാണിക്കാനും ബ്യൂട്ടി പാർലറിൽ പോവാനും ഇടയ്ക്കിടയ്ക്ക് സാരികളും ചുരിദാറുകളും മാറ്റി മാറ്റി ഉപയോഗിക്കാനും പൈസ അവന്റെ കയ്യിൽ ഇല്ലാതായി. ഇവളാണെങ്കിൽ അവന്റെ ബിസിനസ് കുത്തുവാടെടുപ്പിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അവസാനം അവനെ ഒന്നും കൊള്ളാത്തവനാക്കിയപ്പോഴേക്കും ഇവളെന്താ ചെയ്യുന്നറിയാവോ? അവൻ അങ്ങ് ഡിവേഴ്സ് ചെയ്തു. അവനാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇതുവരെ ചെലവാക്കിയ പൈസ എല്ലാം തനിക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പുറകെ നടക്കുന്നുണ്ട്. ഇടയ്ക്കും തലക്കൊക്കെ അവൻ വിളിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതേ മോളെ, പക്ഷെ ആ കാര്യം ഇവിടെ അച്യുതനും അലോകിനും രാജശ്രീക്കൊക്കെ അറിയായിരുന്നു. അവര് മറച്ചു വെച്ചിട്ട് ആ ധർമ്മന്റെ തലയിൽ അവളെ കെട്ടിവെച്ചതെന്ന് പറയാണ്. ഈശ്വര, പാവം ധർമ്മമാമൻ, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ മുത്തശ്ശി. അതെ, അങ്ങനെയാണെങ്കിൽ സുകന്യേച്ചിക്ക് ഒരു പണി കൊടുക്കണം. ഇവിടെ മാത്രമല്ല, സുകന്യേച്ചിയെ ദേവമംഗലത്തും പണി കൊടുക്കുന്നുണ്ട്. ഹോ, എന്ത് പറയണം മോളെ, അങ്ങനത്തെ ഒരു മഹാപാപി നമ്മുടെ കുടുംബത്തിൽ വന്നു പോയല്ലോ. സാരല്ല മുത്തശ്ശി, അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. മോളെ, ദേ ഈ കാര്യം വേറെ ആരും അറിയരുത് കേട്ടോ. അത് വേറൊന്നുമല്ല മോളെ, എനിക്ക് വേണമെങ്കിൽ ഇത് അപ്പൊ തന്നെ തുറന്നു പറയായിരുന്നു. ബാലനോടും ഗോമതിയുടെ സത്യങ്ങൾ എനിക്ക് തുറന്നു പറയായിരുന്നു. പക്ഷെ ഞാൻ പറയാത്തതിന്റെ കാരണം എന്താ? ധർമ്മൻ, അവന്റെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ സുകന്യ അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് മോളെ ഞാൻ ഒരു സത്യവും തുറന്നു പറയാത്തത്. പക്ഷെ അവനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ധർമ്മനെ നശിപ്പിക്കുന്ന ആ കുടുംബത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം സുകന്യ ചെയ്യുകയാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞാൻ അവളോട് തുറന്നു പറയുമെന്ന് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഇത്തിരി ഒതുങ്ങി നിൽക്കുന്നത്. കുഴപ്പമില്ല മുത്തശ്ശി, ഇനി എന്റെ വക ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ധർമ്മമാമന്റെ ജീവിതത്തിൽ എന്തായാലും അവർ വന്നുപോയി. മര്യാദക്ക് ധർമ്മമാമന്റെ കൂടെ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ അവര് ജീവിക്കട്ടെ. പക്ഷെ അതല്ല, അവിടെയും ഇവിടെയും കാലുകുത്തി നിന്നിട്ട് 2 കുടുംബവും നശിപ്പിക്കാനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ എനിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അവൾക്കിട്ടൊരു പണി കൊടുക്കണ കാണാനേ എനിക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ധർമ്മൻ ഈ സത്യങ്ങളൊന്നും അറിയരുത്, അവൻ തകർന്നു പോകും മോളെ. അതെനിക്ക് അറിയാം മുത്തശ്ശി. അതൊന്നും ഇല്ലാത്ത രീതിയിൽ ധർമ്മമാമനെ ഒരു പോറില് പോലും അല്ലെങ്കിൽ ധർമ്മമാമനെ മനസ്സ് വേദനിപ്പിക്കാത്ത തരത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിക്കോളാം എന്ന് പറയണം. മുത്തശ്ശിയെടുത്ത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ അനു പറയേണ്ട. അലോകും അനു അടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പാല വിട്ടു തന്നത് സുകന്യ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയെടുത്ത് നമ്മുടെ അനു. അപ്പൊ ഈ ഒരു ഭാഗം തമിഴിലെ ഭാഗമാണ്. അപ്പൊ നമുക്കിത് മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.